നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന കാർത്തികയും കല്യാണിയും കാദംബരിയൊക്കെ പ്രകാശനെ കാണാനായിട്ട് പോലീസ് ലോക്കപ്പിലേക്ക് വരുവാണ്. ആ സമയത്ത് പ്രകാശന് വല്ലാത്തൊരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ പറഞ്ഞു, എന്തിനാ മക്കൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. കല്യാണി പറഞ്ഞു, അച്ഛാ ഞങ്ങള് കോടതിയിലേക്ക് വരുന്നില്ല, അതുകൊണ്ട് അച്ഛനെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. പ്രകാശൻ പറഞ്ഞു, അതെന്താണെന്ന് നന്നായി. അച്ഛൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ, അച്ഛന് വേണ്ടി വാദിക്കുന്ന നവീൻ വക്കീലാന്ന് പറഞ്ഞു. അവനെപ്പോലൊരു ദുഷ്ടനെ അല്ലേ അച്ഛൻ തീർത്തത്, അതുകൊണ്ട് അച്ഛന് അധികം നാളൊന്നും ജയിലിൽ കിടക്കട വരില്ല എന്ന് പറഞ്ഞു. പ്രകാശൻ പറഞ്ഞു, കോടതിയിലേക്ക് മക്കൾ വരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞ് എനിക്ക് മനസ്സിലായി. എന്താന്ന് നവീൻ വക്കീൽ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചു. കല്യാണി ഒന്നും മിണ്ടിയില്ല. അവരൊക്കെ കരയുകയാണ് ചെയ്തത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ജയിലിലേക്ക് പോകുമല്ലേ, അതല്ലേ സംഭവിക്കുന്നേ. കാദംബരി പറഞ്ഞു, അച്ഛൻ എന്തിനാ അങ്ങനെയൊക്കെ പോലീസിനോട് പറഞ്ഞേ? അവൻ തൂങ്ങിച്ചത്താന്ന് പറഞ്ഞാലും മതിയായിരുന്നല്ലോ. അച്ഛൻ എന്തിനാ അങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. അച്ഛനാണ് അവനെ തീർത്തെന്നുള്ള കാര്യം അത്രയ്ക്കൊരു ദുഷ്ടനല്ല അല്ലായിരുന്നു അവനെന്ന് ചോദിച്ചു. പ്രകാശൻ പറഞ്ഞു, മക്കളെ ഞാൻ ലോകത്തോട് മൊത്തം വിളിച്ചു പറയാതിരിക്കുന്ന കാര്യം അവനെ കൊന്നത് ഞാനാന്ന്. കാരണം അവൻ അത്രയ്ക്കൊരു ദുഷ്ടനാണ്. അവനെ കൊന്നതിന്റെ പേരിൽ അന്തസ്സോട് കൂടിയിട്ട് എനിക്ക് ജയിലിൽ പോയി കിടക്കാം. അവനെ ജനിപ്പിച്ചതിന്റെ പേരിൽ ഞാൻ തന്നെ അവനെ അങ്ങ് തീർത്ത് കളഞ്ഞു. എൻ്റെ പെൺമക്കളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച പിന്നെ ഞാൻ അവനെ എന്ത് ചെയ്യണം? അത് കേട്ട് കഴിഞ്ഞപ്പോൾ കാർത്തിക പറഞ്ഞു, എന്നാലും അച്ഛനിങ്ങനെ ജയിലിൽ പോയി കിടക്കുന്ന കാഴ്ച കാണാൻ ഞങ്ങൾ ഒട്ടും താല്പര്യപ്പെടുന്നില്ലെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അത് ശരിയാ, അച്ഛന് രക്ഷപ്പെടാനായിട്ട് ഇഷ്ടം പോലെ വഴികളുണ്ടായിരുന്നു. അച്ഛൻ എന്തെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞാൽ പോരായിരുന്നോ? സാരമില്ല മക്കളെ, അങ്ങനെ രക്ഷപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ കാദംബരി പറഞ്ഞു, ജയിലിൽ ചെന്നാലും അച്ഛന് കൂട്ടുണ്ടായിരിക്കും ആ മനോഹർ. പെട്ടെന്ന് പ്രകാശം പറഞ്ഞു, അത് ശരിയാ, മനോഹർ ഒരു കണക്കിന് പറഞ്ഞ ഞങ്ങൾ രണ്ടും സെയിമാണ്. അവനും വലിയ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് അകത്ത് പോയി കിടക്കുന്നേ. കുറെ പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ചല്ലേ, പിന്നെ ഞാനും എത്രമാത്രം ക്രൂരതകളാണ് നിങ്ങളോടൊക്കെ ചെയ്തേ. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയിരിക്കുന്നേ. പക്ഷെ രണ്ടുപേരും അവസാനം ഒരു നല്ല കാര്യം ചെയ്തു. അവനാ ഗംഗാപ്രസാദ് എന്ന് പറയുന്നവരെ ദുഷ്ടനെ ഇല്ലാതാക്കി, ഞാൻ വിക്രം എന്ന് പറയുന്ന ദുഷ്ടനെ. പക്ഷെ ഒരു കാര്യമുണ്ട്, എത്ര ദുഷ്ടന്മാരെ നമ്മൾ തീർത്തെന്ന് പറഞ്ഞാലും കോടതിയുടെ മുന്നിൽ നിയമം എപ്പോഴും നിയമം തന്നെയായിരിക്കും. ഒരാളെ കൊല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിന് നിരക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ശിക്ഷ എല്ലാം ഒരേപോലെ തന്നെയായിരിക്കും. എനിക്ക് പേടിയൊന്നുമില്ല മക്കളെ, ജയിലിൽ പോയി കിടക്കാനായിട്ട് ഞാൻ കിടന്നോളാം. ഒരു നല്ല കാര്യം ചെയ്തെന്ന് ഓർത്തുണ്ട് അതിന്റെ ആശ്വാസത്തിൽ പോയി കിടന്നോളാം, മക്കൾ പോയിക്കൊള്ളാനായിട്ട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, അച്ഛ സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഉറപ്പായിട്ടും നവീൻ വക്കീൽ അച്ഛനെ പുറത്തെത്തിച്ചിരിക്കും. കാരണം അവൻ അതുപോലെ ഒരു ദുഷ്ടനായിരുന്നല്ലോ. സാധാരണഗതിയിൽ പത്രക്കാരൊക്കെ ഇതുപോലെ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനെതിരായിട്ട് എഴുതേണ്ട പത്രത്തിൽ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത്. കാരണം വിക്രം മരിക്കേണ്ടവനാണ്. എൻ്റെ കഥകളും കാര്യങ്ങളും എല്ലാം അവർ എഴുതിയിട്ടുണ്ട് പത്രത്തിനകത്ത്. അപ്പം അതുകൊണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അച്ഛനെ അവർ തെറ്റൊന്നും പറഞ്ഞല്ല എഴുതിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പ്രകാശം പറഞ്ഞു, അതൊന്നും സാരമില്ല മോളെ, മക്കൾ ഇനിയിപ്പോൾ ഒന്നിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട, മക്കൾ പോയിക്കോ, കോടതിയിലേക്ക് വരുന്നില്ലല്ലോ, അതുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ മൂന്നുപേരും പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഇറങ്ങി വരുമ്പോഴത്തേനും കാർത്തി ചോദിച്ചു, അല്ല കല്യാണി ഇപ്പം നമ്മൾ പോണോന്ന് ചോദിച്ചു. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല ചിലപ്പോൾ അച്ഛനെ കോടതിയിൽ ഹാജരാക്കാനായിട്ട് ഇപ്പം തന്നെ ഇറക്കിക്കൊണ്ട് വരുമല്ലോ, അച്ഛനെ ഒന്ന് അടുത്ത് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അത്രയ്ക്ക് വിഷമം ഉണ്ടായിരുന്നു അവർക്ക്. ആ സമയത്താണ് സിയയുടെ വണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നത്. സിയെ വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ പോകാനായിട്ട് ഇറങ്ങുവാണെന്ന് ചോദിച്ചു. കല്യാണി പറഞ്ഞു, അത് ഞങ്ങൾ കോടതിയിലേക്ക് വരുന്നില്ല സാറേ എന്ന് പറഞ്ഞു. അതെന്താണെങ്കിലും നന്നായി കോടതിയിലേക്ക് വരാത്തെ. കോടതിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിലിലേക്ക് പ്രകാശൻ പോകുന്ന നിങ്ങൾ കാണേണ്ടതായിട്ട് വരും. ശരിക്കും പ്രകാശൻ ഇന്നലെ പ്രകാശന്റെ കഥകളൊക്കെ എന്നോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിന്റെ കഥയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രകാശനെ കെട്ടിത്തൂക്കാനാ തോന്നിയത് ലോകകപ്പിൽ തന്നെ. അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, അതെ മുമ്പത്തെ അച്ഛൻ അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നുമല്ല, ഞങ്ങളെല്ലാവരും നല്ലവണ്ണം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ സിഐ പറഞ്ഞു, അത് മനസ്സിലായി, അതുകൊണ്ടാണല്ലോ വിക്രം എന്ന് പറയുന്ന ദുഷ്ടനെ, കാരണം അയാളെ നെഞ്ചിലേറ്റി വളർത്തിയ ആ പുത്രനെ തന്നെ അയാൾ ഇല്ലാതാക്കിയത്. പെൺമക്കൾക്ക് വേണ്ടിയിട്ട് അത്രയൊരു നല്ല കാര്യമെങ്കിലും അയാൾ ചെയ്തല്ലോ. ശരിക്കും കല്യാണിയുടെയും കാർത്തികയുടെയും കഥ അത് എനിക്ക് കേട്ട് കഴിഞ്ഞപ്പത്തിന് എൻ്റെ പോലും കണ്ണ് നിറഞ്ഞു പോയി. അയാൾ ചെയ്ത ക്രൂരതകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ വിക്രം എന്ന് പറയുന്നവന് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ ഇല്ലാതാക്കാനല്ലേ ശ്രമിച്ചേ. അപ്പം അതുകൊണ്ട് പ്രകാശൻ തന്നെ അതങ്ങോട്ട് ചെയ്തു. ഒരു കണക്കിന് നല്ല കാര്യമാണ്, ഇത്രയും നാളും വളർത്തി വലുതാക്കി വിട്ടതല്ലേ. അതുകൊണ്ട് അവനെ തീർക്കേണ്ട ആള് എന്തുകൊണ്ടും പ്രകാശൻ തന്നെയായിരുന്നു. വേറെ ആളും അതിനത്ര യോഗ്യനല്ലെന്ന് പറഞ്ഞു. കാരണം അവന്റെ ദുഷ്ടതകൾ അവനെങ്ങനെ ദുഷ്ടനാക്കി വിട്ടതാരാ? പ്രകാശനും അവന്റെ അമ്മയും കൂടെ ചേർന്നിട്ടല്ലേ. അപ്പൊ പിന്നെ അവനെ തീർക്കേണ്ട കാര്യങ്ങളും പ്രകാശൻ തന്നെ ചെയ്യണമായിരുന്നു. നല്ലൊരു കാര്യമാണ് പ്രകാശൻ ചെയ്തിരിക്കുന്നേ.
ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, സാറേ എൻ്റെ അച്ഛന് അധിക ദിവസമൊന്നും ജയിലിൽ കിടത്തരുത്, ജയിലിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തെത്തിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ പറ്റണമെന്നൊക്കെ പറഞ്ഞു. നോക്കട്ടെ, പ്രകാശം ചെയ്തൊരു നല്ല കാര്യമെന്ന് പറഞ്ഞാലും കൊലപാതകം എപ്പോഴും കൊലപാതകം തന്നെയല്ലേ, നിയമത്തിന് മുന്നിലല്ലോ എല്ലാവരും സമന്മാരാന്നല്ലേ പറയണേന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, ഞാൻ പ്രകാശനെ പോയി കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നു. അങ്ങനെ പ്രകാശനെ പോയി ലോക്കപ്പിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാണ്. കാരണം കോടതിയിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് കാർത്തിയും കല്യാണി അവരേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പ്രകാശിന്റെ വരവിനായിട്ട്. പുറത്തേക്ക് വന്നിട്ട് പ്രകാശ് ചോദിച്ചു, അല്ല നിങ്ങൾ പോയില്ലായിരുന്നോ മക്കളേന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സിഐ പറഞ്ഞു, അവർക്ക് അങ്ങനെ ഇങ്ങോട്ട് പോകാൻ പറ്റുമോ, കാരണം അച്ഛന്റെ സ്നേഹം എന്താന്ന് ഇപ്പോഴല്ലേ അവരറിയുന്നേ, സ്നേഹം കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ല, പക്ഷേ എങ്കിൽ ഇപ്പോഴാണ് അവരൊരു അച്ഛന്റെ സ്നേഹം അറിയുന്നത്, അതുകൊണ്ട് അവർക്ക് നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞു. പ്രകാശം പറഞ്ഞു, സാരമില്ല മക്കളെ, നിങ്ങൾ പൊയ്ക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ജയിലിലേക്ക് പോയാലും എനിക്ക് സങ്കടമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. സിഐ പറഞ്ഞു, പ്രകാശന് സങ്കടം ഇല്ലായിരിക്കും, പക്ഷെ പെൺമക്കൾക്ക് അങ്ങനെയല്ല, അവർക്ക് നിങ്ങളോട് അത്ര സ്നേഹമാണ്, അതുകൊണ്ട് അവരിവിടെ കാത്തു നിന്നേന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അച്ഛൻ അധിക ദിവസമൊന്നും അവിടെ കിടക്കേണ്ടതായിട്ട് വരില്ല, അച്ഛനെ പുറത്തെത്തിക്കും, നവീൻ വക്കീലല്ലേ, ഉറപ്പായിട്ടും അച്ഛന് ജാമ്യം കിട്ടി അച്ഛൻ പുറത്തേക്ക് വരും, അച്ഛൻ്റെ നിരപരാധിത്വം എല്ലാവർക്കും ബോധ്യപ്പെടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രകാശനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റി കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പ്രകാശം കൈ വീശി കാണിക്കുകയൊക്കെ ചെയ്യാണ് കല്യാണിയും കാർദംബരിയൊക്കെ. അവരുടെയൊക്കെ കണ്ണു നിറഞ്ഞൊഴുകി, അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് സരയു താരയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. താര ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. സരയു എന്നിട്ട് പറഞ്ഞു, അങ്ങനെ അച്ഛൻ മകനെ തീർത്തു, പക്ഷെ ഇതും കൊണ്ടൊന്നും ഞാൻ പിന്മാറാൻ പോകുന്നില്ല, എന്താണെങ്കിലും ഞാൻ മുന്നോട്ട് വെച്ച കാലം പുറകോട്ട് മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല, അവളെ ഞാൻ ഇല്ലാതാക്കും, കാരണം ഇനി ഞാൻ കമ്പനിയിലേക്ക് പോകും, അധികം വൈകാതെ അവള് കമ്പനി ജോലിയിലേക്ക് വരും, വന്ന സമയത്ത് എവിടെയെങ്കിലും സൈറ്റിലൊക്കെ പോകുമല്ലോ, പോകുന്ന സമയത്ത് അവിടെ വെച്ച് ഞാൻ അവളെ അങ്ങ് തീർക്കുമെന്ന് പറഞ്ഞു. ഇനി അതേ കാലം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ താരയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അമ്മയ്ക്ക് വിഷമം ഉണ്ടായിരിക്കില്ലേ, സാരമില്ല, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ കാണത്തുള്ളൂ, കിരണിനോടൊപ്പം എനിക്ക് ജീവിച്ചേ മതിയാവുള്ളൂ, മനോഹരന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ഭയങ്കര അധികം സന്തോഷിച്ചു, പക്ഷേ എങ്കിൽ അവനൊരു ഫ്രോഡാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സഹിച്ചില്ല, എനിക്ക് മെന്റലി പ്രശ്നങ്ങളൊക്കെ ആയി, ആ സമയത്ത് കിരണും കല്യാണിയൊക്കെ എന്നെ കൈ പിടിച്ച് കൊണ്ടുവന്നേ, പക്ഷേ എങ്കിൽ പിന്നെ ഞാൻ ആലോചിച്ചു, ഈ പറയുന്ന കല്യാണി കാരണമല്ല എൻ്റെ ജീവിതം താർന്നേ, അവള് കിരണിന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാനും കിരണും ഒന്നായേരം, അപ്പൊ പിന്നെ എനിക്ക് അവളോടല്ലേ ദേഷ്യം തോന്നണ്ടേ, അങ്ങനെ എനിക്ക് അവളോട് ദേഷ്യമായി, പക്ഷെ ഇത് ഞാൻ വെറുതെ വിടില്ല. അത് കേട്ടപ്പോൾ താര പറഞ്ഞു, എന്തിനാ വെറുതെ വാശിയും വൈരാഗ്യമൊക്കെ, അതിന്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു. ദേ അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ പോയി കൊളുത്തി കൊടുക്കാൻ നിന്നാണ്ടല്ലോ, പിന്നെ അമ്മയാന്നൊന്നും ഞാൻ നോക്കത്തില്ല, എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാലോ, കിരണിനെ സ്വന്തമാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്, കല്യാണി തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിരണിന്റെ കുഞ്ഞിനൊരു അമ്മയെ വേണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ താര പറഞ്ഞു, കല്യാണി ഇല്ലാതായിട്ടുണ്ട് പിന്നെ അവൻ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന്. അതൊക്കെ അമ്മയുടെ വെറും തോന്നൽ മാത്രമല്ലേ, അങ്ങനെയൊന്നും അല്ല, അവന് വയസ്സ് 10-31 ആയതുള്ളൂ, എനിക്ക് 26 വയസ്സായുള്ളൂ, എനിക്കൊരു ജീവിതം വേണ്ടേ, അവനും വേണം. ഞങ്ങളുടെ ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കാർ തന്നെ പറയും നിങ്ങൾ രണ്ടുപേരും ഒന്നാവാനായിട്ട്, കാരണം എൻ്റെ മോൾക്ക് ഒരച്ഛനെ വേണം, അവൻ്റെ മോനൊരു അമ്മയും വേണം, അതുകൊണ്ട് ഒടുവിൽ അവന് സമ്മതിക്കേണ്ടതായിട്ട് വരും, അങ്ങനെ ഞങ്ങൾ നല്ലൊരു ജീവിതം തുടങ്ങും, പക്ഷെ ഈ കാര്യങ്ങളൊന്നും ഇപ്പൊ പുറത്തറിയാൻ പാടില്ല, എങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അത് കേട്ടപ്പോൾ താര പറഞ്ഞു, മോളെ കൂടുതലൊന്നും പറയണ്ട, നിങ്ങൾ എൻ്റെ അമ്മയാണെങ്കിൽ എന്നോടൊപ്പം നിൽക്കുക തന്നെ ചെയ്യും, അല്ലാതെ എന്നെ ഒറ്റ കൊടുക്കാനാ ഭാവമെങ്കിലുണ്ടല്ലോ, പിന്നെ ഞാൻ ഒന്നിനെ ഞാൻ വെറുതെ വെച്ചേക്കില്ല, ഈ സരയനെ കുറിച്ച് ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ എന്നൊക്കെ പറഞ്ഞ് സരയു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും താരയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. പിന്നീട് മനോഹർ ജയിലിൽ പണിയായിരുന്നു. ആ സമയത്താണ് പ്രകാശനം കൂട്ടിക്കൊണ്ട് വാർഡൻ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് മനോഹർ എന്നിട്ട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ പ്രകാശൻ പറഞ്ഞു, ഞാൻ അവനെ അങ്ങ് തീർത്തു. അത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു, അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവനെ ഞാൻ തീർത്ത് കളഞ്ഞാനും അങ്കിളെ, കാരണം അവൻ ജീവനോട് ഇരുന്നിട്ടുണ്ടെങ്കിൽ പലർക്കും ഭീഷണിയാന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞു. പ്രകാശൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നും വേണ്ടി വന്നില്ല, കാരണം എൻ്റെ പെൺമക്കളെ അവനെ ഇല്ലാതാക്കുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ തീർത്തത്. അവൻ അത്രയ്ക്കൊരു ദുഷ്ടനായിരുന്നു, കാര്യം പറഞ്ഞ എൻ്റെ മകനൊക്കെ തന്നെയായിരുന്നു, പക്ഷെ അവന് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. അവനെ കൊല്ലണമെന്ന് ഞാൻ ആദ്യം കരുതിയതല്ല, പക്ഷെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അവൻ ജീവനോട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പെൺമക്കളുടെ ജീവിതം ഇല്ലാതായി തീരുമെന്ന്. പിന്നെ എനിക്ക് വേറെ നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ അവൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന സമയത്തും എനിക്ക് ഇത്തിരി പോലും കുറ്റബോധം ഉണ്ടായിരുന്നില്ല, കാരണം അവൻ അത്രയ്ക്കൊരു ദുഷ്ടനാന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം മനോഹർ പറഞ്ഞു, അത് ശരിയാ,
അവനോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. വേണമെങ്കിൽ അവൻ നന്നാവാൻ ഇഷ്ടം പോലെ സമയം ബാക്കിയുണ്ടായിരുന്നു പറഞ്ഞു. പ്രകാശം പറഞ്ഞു, അവൻ അങ്ങനെയൊന്നും നന്നാവത്തില്ലായിരുന്നോ മോനെ. നന്നാവാനാണെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ അവനെ ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അവൻ നേരെയായിട്ടില്ല. പിന്നെ ഇനിയിപ്പം നേരെയാവുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇനി അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ പലരുടെയും ജീവൻ ആപത്താണ്. അതുകൊണ്ട് ഞാൻ അവനെ അങ്ങ് തീർത്തേന്ന് പറഞ്ഞു. ആ സമയത്ത് വാർഡൻ പറഞ്ഞു, എന്താണെങ്കിലും ഒരു ദുഷ്ടൻ്റെയും കൂടെ കഥ കഴിഞ്ഞല്ലോ എന്ന് പറയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.